ഇസ്ലാമിയെ ജനാധിപത്യം പഠിപ്പിക്കുന്ന മാർക്സിസ്റ്റുകളും അവരുടെ രേഖാപരമായി ഈ ജനാധിപത്യത്തിനെതിരാണ് എന്ന വസ്തുത സഖാക്കളൊന്ന് വായിച്ചു പഠിക്കുന്നതും നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതം വിഭജിക്കാൻ കഴിയാത്ത ഒന്നാണ്. ജീവിതം വിഭജിക്കാൻ കഴിയാത്ത ഒന്നാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് കയറി. അപ്പൊ നിങ്ങൾ ആ സഖാക്കളെ നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ തലതൊട്ടപ്പനായ സ്റ്റാലിൻ റഷ്യയിലെ അറിയപ്പെട്ട ശസ്ത്രക്രിയാ വിദഗ്ധനായ വോയസ്ലോ യാസനസ്കി എന്ന ഒരു ഡോക്ടറോട് ഒരിക്കൽ സംവാദത്തിൽ ഏർപ്പെടവേ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഒരുപാട് രോഗികളുടെ ശരീരം കീറിമുറിക്കുന്ന ഒരു വിദഗ്ധനായ ഡോക്ടറല്ലേ, നിങ്ങൾ ഏതെങ്കിലും രോഗിയുടെ ശരീരത്തിൽ ഇപ്പറയുന്ന ആത്മാവ് കണ്ടിട്ടുണ്ടോ എന്നാണ് ഈ സ്റ്റാലിന്റെ ചോദ്യം. അപ്പോ ഇദ്ദേഹം സ്റ്റാലിനോട്, ഒയസ്നോ യാസനസ്കി എന്ന് പറയുന്ന ഈ ശസ്ത്രക്രിയാ വിദഗ്ധൻ സ്റ്റാലിനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മനസാക്ഷിയെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ സ്റ്റാലിൻ ഇങ്ങനെ ലേശം ആലോചിച്ചിട്ട് പറഞ്ഞു, ആ മനസാക്ഷിയുണ്ട്. അരുതാത്തതൊന്ന് പറയുമ്പോ, അരുതാത്തതൊന്ന് ചെയ്യുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്കൊരാക്ഷേപം. ഇത് എപ്പോഴൊന്നും ഉണ്ടാവില്ല, അതിനെ പരിഗണിച്ചാലേ അതുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കെട്ട് പോകും. അങ്ങനെ ഒരു മനസാക്ഷി കുത്തു എന്ന് പറയുമല്ലോ, അങ്ങനെ ഒന്നുണ്ട് എന്ന് ഈ സ്റ്റാലിൻ സമ്മതിച്ചു എന്നാണ് ചരിത്രം. ഉടനെ ഈ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു, എന്റെ രോഗികളുടെ ശരീരം കീറി മുറിച്ചപ്പോ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ മനസാക്ഷിയും ഞാൻ കണ്ടിട്ടില്ല. നോക്കണം നിങ്ങൾ. അപ്പൊ അവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത പ്രയോഗമാണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രേതം മുസ്ലിം ലീഗിൽ കയറി എന്ന് പറയുമ്പോ അപ്പുറത്ത് നിന്ന് സംഘപരിവാറിന്റെ കേസരിയിൽ അഥവാ RSSന്റെ മുഖപത്രത്തിൽ വരുന്നു, മാർക്സിസ്റ്റുകാരുടെ മേൽ മൗലവിമാരുടെ പ്രേതം കയറിയിരിക്കുന്നു എന്ന്. ഇതിന്റെ ഒക്കെ ഗുട്ടൻസ് നമുക്ക് പിടികിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ സഖാക്കളോട് പറയുന്നത്, നിങ്ങൾ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഫാഷിസത്തെ കൈകാര്യം ചെയ്യാനും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ മെരിക്കാനും ശ്രമിച്ചാൽ ആ ഫാഷിസം നിങ്ങളെയും കൊണ്ടുപോകും. നേരത്തെ കോൺഗ്രസിന് വന്ന അതേ ഗതി അധികം താമസിയാതെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആ ഗതി വരും എന്ന് മാത്രമല്ല, അതോടൊപ്പം ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷവും കൂടി തകരും, തിരിച്ചു പിടിക്കാനാവാത്ത വിധം. അതിനെക്കുറിച്ചും ശാന്തമായി സഖാക്കൾ ചിന്തിക്കണം. രണ്ട് ഗൗരവപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, താൽക്കാലികമായി നിങ്ങളുടെ അരുമ മക്കളെ മുഴുവൻ നിങ്ങൾ കമ്മ്യൂണിസത്തിന്റെ ലേബലിൽ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വത്തിന്റെ രംഗവേദിയായ ലിബറലിസത്തിലേക്ക് കൂട്ടത്തോടെ തള്ളിവിടുകയാണെങ്കിൽ വരും തലമുറയിൽ നിങ്ങൾ തന്നെ വിരൽ കടിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല അത്. ഇസ്ലാമിന്റെ പ്രശ്നമല്ല. നിങ്ങൾ പർദ്ദയെ പരിഹസിച്ചോ, ഹൂറിലിങ്ങളെ പരിഹസിച്ചോ, സ്വർഗത്തിലുള്ളവരെ പരിഹസിച്ചോ, എന്നിട്ട് നിങ്ങൾ കഥകളും കവിതകളും ആവിഷ്കാരങ്ങളുമായിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഇസ്ലാമിന്റെ പ്രതിച്ഛായയോ ഇസ്ലാമിന്റെ ഇട്ടുറപ്പോ അല്ല. പകരം ധാർമ്മികമായി വരും തലമുറയുടെ അടിത്തറ തന്നെ തകരും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കളിയുണ്ടല്ലോ, ഈ നിപ്പില് ഒരുപാട് സംഭവങ്ങൾ പറയാൻ പറ്റും. കാരണം അതിന് മാത്രം വിഡ്ഢിത്തങ്ങൾ ഇവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് അതൊക്കെ എണ്ണി പറഞ്ഞിട്ട് സമയം നീട്ടണ്ടെന്ന് വിചാരിച്ച് അതിലൂടെ ഒക്കെ ഇങ്ങനെ കന്ന് ഒരു മിന്നലോട്ടം നടത്തി എൻ്റെ കാര്യം പറയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ മൃദുഹിന്ദുത്വ കാർഡുണ്ടല്ലോ, ഇത് മുമ്പ് ബുദ്ധിമാനായ EMS കളിച്ചതുപോലെ കളിക്കേണ്ടപ്പോൾ കളിക്കാനും എടുത്തുവെക്കേണ്ടപ്പോൾ എടുത്തുവെക്കാനും വിവരവും വിവേകവും ഇല്ലാത്ത നിങ്ങളത് കളിച്ചാൽ സഖാവ് EMS കളിച്ചതുപോലെ ആവില്ല. EMS പറഞ്ഞല്ലോ, ശരീഅത്തിനെ വിമർശിച്ചിട്ട് അവസാനം എന്താ സംഭവിച്ചത്? നാനാദിക്കുകളിൽ നിന്ന് വിമർശനങ്ങളുടെ ക്രൂരമ്പുകൾ, ഒരുപാട് ചോദ്യശരങ്ങൾ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പത്രസമ്മേളനത്തിൽ EMSനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളല്ലേ ഈ ശരീഅത്തിനെ വിമർശിച്ചത്? EMS പറഞ്ഞു, ഞാൻ ശരീഅത്തിനെ വിമർശിച്ചിട്ടില്ല, ഞാൻ വിമർശിച്ചത് ശരീഅത്തിന്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്ന് പറയുന്നവ ശരീഅത്തിന്റെ ഭാഗമാണ് എന്നാണല്ലോ മുസ്ലിങ്ങൾ പറയുന്നത്. എങ്കിൽ എനിക്ക് ശരീഅത്ത് എന്താണെന്ന് അറിയില്ല. EMS തൊട്ടടുത്ത ദിവസം പത്രത്തിലെ വെണ്ടക്ക നിരത്തി, എനിക്ക് ശരീഅത്ത് എന്തെന്നറിയില്ല EMS. അങ്ങനെയാണ് ആ ചർച്ച അവസാനിച്ചത്. അതുകൊണ്ട് ആർക്കാണ് മെച്ചമുണ്ടായത്, ആർക്കാണ് പരിക്കേറ്റത് എന്ന് അന്നത്തെ കഥ അറിയുന്നവർക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് എന്നെ